രോഹിത് എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാനാ ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. നിനക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മറക്കാനും പോർക്കാനും തിരുത്തുവാനും ഉള്ളതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാ ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതും. അത് നിന്നോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പുതിയ ജീവിതോ? ആ, യെസ്, എ ന്യൂ ലൈഫ്. നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതും വിരലിലെണ്ണിത്തീരാവുന്ന ആയുസ് മാത്രം ബാക്കിയുള്ള ഒരു ജീവിതം. അതിങ്ങനെ വഴക്കും ബഹളമായിട്ട് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ തന്നെ ദിനങ്ങളാണ്. അതങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നതിനേക്കാളും നല്ലത് ഒന്നിച്ചെന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതല്ലേ. ഇതിപ്പോൾ എനിക്കും നിനക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. അതിലെ പോരായ്മകൾ പരിഹരിക്കേണ്ടതും നമ്മൾ തന്നെയാ. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഈ പറയുന്നത് എനിക്കറിയാവുന്ന രോഹിത് തന്നെയാണോ, അതോ എന്നെ വെറുതെ വെറുതെ പറഞ്ഞ് മോഹിപ്പിക്കുന്നതാണോ? ഒരുപാട് വീഴ്ചകൾ വീണതുകൊണ്ട് എനിക്കിപ്പോ എല്ലാരും പേടിയാ. എനിക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. പഴയ ഇഷ്ടത്തിന് ഒരല്പം പോലും കുറവും സംഭവിച്ചിട്ടില്ല. അകന്ന് നിൽക്കുമ്പോഴാണ് ബന്ധങ്ങളുടെ വില അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ അത് ശക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഒരു തിരിച്ചുവരവിന് ഞാൻ ഒരുങ്ങിയത്. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. എനിക്ക് രോഹിത്തിന് വിശ്വാസമാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നമ്മൾ താമസിച്ചിരുന്ന സത്യമയുടെ കൊട്ടാരം പോലുള്ള വീടും അതിന്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളും എല്ലാം ഇന്നിപ്പോ എന്റെ കയ്യിലാ. സത്യാമ്മയുടെ ബുദ്ധിമോശം കൊണ്ട് കൈവിട്ടു പോയ മുതല്, എന്റെ ബുദ്ധികൂർമ്മത കൊണ്ട് ഞാൻ സ്വന്തമാക്കിയ മുതല്. അവിടെ ഞാനിപ്പോ രാജാവായിട്ട് വാഴുമ്പോ അവിടെ എൻ്റെ പട്ടമഹർഷി ആവാനാ നിന്നെ ഞാൻ വിളിക്കുന്നത്. സമ്മതമാണെങ്കിൽ ഇപ്പം നീ ഒരു തീരുമാനം പറയണം. എന്താ ഒന്നും പറയാത്തത്? എൻ്റെ കൂടെ വരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നെ എനിക്കൊന്ന് ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം. മറ്റൊരു പട്ടമഹിഷിയെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം അത് നീ തന്നിട്ടേ ഇവിടുന്ന് നീ പോകാവൂ. രോഹിത്, അപ്പോ രോഹിത് എന്നെ ക്ഷണിച്ചത് രോഹിത്തിന്റെ ജീവിതത്തിലേക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജീവിക്കണം, അതിനുവേണ്ടി നിന്നെ ഞാൻ ക്ഷണിച്ചത്. പക്ഷേ അതിന് നിനക്ക് സമ്മതം അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു വഴി ആലോചിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. നിന്റെ സമ്മതം അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി മാത്രമാണ് നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നിന്റെ വീട്ടുകാരുടെ സമ്മതമാണ് ആവശ്യമെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്കല്ലേ വരേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. യെസ് ഓർ നോ, അതെനിക്കിപ്പോൾ അറിയണം. അത് പിന്നെ മൗനം സമ്മതമെന്നാണ് ചൊല്ല്. പക്ഷേ ഇവിടെ ഞാനതങ്ങനെ കാണുന്നില്ല. ഇനിയൊരു പക്ഷേ നമ്മൾ കണ്ടെന്നും വരില്ല. രോഹിത്, ഞാൻ വരാം. ഗുഡ്. പക്ഷേ വൺ കണ്ടീഷൻ. നീ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരുമ്പോൾ പപ്പിമോളും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അല്ല, അത് രോഹിത്, അത് പിന്നെ പപ്പിമോളെ കൊണ്ടുവന്ന നിന്റെ ലൈഫാണ് മുഖ്യമെന്ന് ചിന്തിക്കുന്ന നിന്റെ കുഞ്ഞേച്ചിയും കുഞ്ഞേച്ചിയുടെ സന്തോഷമാണ് നിന്റെ സന്തോഷമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടനും എൻ്റെ ഈ കണ്ടീഷൻ സമ്മതിക്കണം. എങ്കിൽ മാത്രമേ നിനക്കെൻ്റെ കൂടെ ഇനി ഒരു ലൈഫ് ഉണ്ടാവും. രോഹിത്, ഇത് പിടിവാശിയാ. അതെ, പിടിവാശി തന്നെയാ. ഇത്രയും നാളും എൻ്റെ മോളെ പോലെ ഞാൻ ലാളിച്ച് വളർത്തിയതല്ലേ. ഇനി അങ്ങോട്ടും അവൾ എൻ്റെ ഒപ്പം നിന്ന് വളർന്നാൽ മതി. സ്വന്തം മകളെ മറ്റുള്ളവർ വളർത്തുന്നത് നോക്കിക്കാണാനുള്ള ഭാഗ്യം മാത്രമേ ശാലിനിക്കും വിഷ്ണുവിനും ഉണ്ടാകാൻ പാടുള്ളൂ. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ? ഈ ഒരു കാര്യത്തിന് പെട്ടെന്നൊരു തീരുമാനമൊന്നും പറയണ്ട. 2 ദിവസം
ആലോചിക്കാനും പറയാനും പ്രവർത്തിക്കാനും. എല്ലാത്തിനും കൂടി ഉള്ളത് 2 ദിവസം. അതിനുള്ളിൽ അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. കുഴപ്പമില്ല. ചുറ്റുപാടൊന്നും തീരെ ചെറുതുമല്ല. എൻ്റെ ചേട്ടനപ്പോ തീരെ താഴെ തട്ടിലേക്ക് പോകാതെ നല്ല രീതിയിൽ തന്നെയാണ് താമസം. ആശ്വാസം. ചേട്ടാ, ചേട്ടാ, അനിയൻ കാണാൻ വന്നിരിക്കുക. ചേട്ടാ, ആഹാ, ചേട്ടനെ വിളിച്ചപ്പോ ചേട്ടത്തി വരുന്നുണ്ടല്ലോ. നിങ്ങൾ ഇരുമേയും ഒരു ഹൃദയവുമാണെന്ന് പറയുന്നത് എത്രയോ സത്യം. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ പോയ ഞാനാണ് മണ്ടൻ. സത്യം പറയാമല്ലോ, ഇപ്പോഴും നിങ്ങൾ എനിക്ക് ശ്രീരാമദേവനും സീതാദേവിയുമാണ്. ആ ഒരു ചിത്രമേ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുള്ളൂ. എന്താണ് അതിന്റെ ഉദ്ദേശം? ചേട്ടൻ എത്ര അകന്നിരുന്നാലും എനിക്കെങ്ങനെ അകന്ന് മാറിയിക്കാൻ പറ്റില്ലല്ലോ. കൂടപ്പിറപ്പല്ലേ. സ്വന്തം വീട്ടിൽ നിന്ന് മാറിപ്പോന്നതിന് ശേഷം പച്ച പിടിച്ചോ അതോ കാട് പിടിച്ചോ, അതുമല്ലെങ്കിൽ ജീവിതത്തോട് സുല്ലി പറഞ്ഞ് ഇഹലോഹവാസം വെടിഞ്ഞോ എന്നൊക്കെ ഒന്ന് തിരക്കണമെന്ന് തോന്നി. അത് ഒരു അനിയന്റെ കടമയല്ലേ ചേട്ടാ? അനിയന്റെ ഒരു കടമ. അനിയൻ എടാ, ആ ഒരു വാക്കു ചരിക്കാനുള്ള യോഗ്യത നിനക്കൊണ്ടോടാ? കൂടപ്പിറപ്പ് എന്ന പദം പോലും നിന്റെ ആ ദുഷിച്ച നാവ് കൊണ്ട് പറഞ്ഞു പോയേക്കരുത്. കാരണം ആ വാക്കിന് ഒരുപാട് ബന്ധങ്ങളുടെ വില വരുന്ന വാക്കാ, ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന വാക്കാത്. അത് നിന്റെ നാവിൽ നിന്ന് ഉച്ചരിച്ച് കേൾക്കുമ്പോ ആ വാക്കിന്റെ മഹത്വം തന്നെ ഇല്ലാതായി മാറുക. ചേട്ടത്തി എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ചേട്ടത്തി എനിക്ക് സീതാദേവി പോലെയാണ്. ലക്ഷ്മണനോട് സീതാദേവി ഒരിക്കലെങ്കിലും കയർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ചില സന്ദർഭങ്ങളിൽ സീത സംഹാരരുദ്രയാവുന്ന നീ കണ്ടിട്ടുണ്ടോ? ഇനി നീ ഈ വീടിന്റെ മുന്നിൽ നിന്ന് നാവാടിയ ഈ സീതാദേവിയുടെ കൈ നിന്റെ കരണത്ത് പതിച്ചിരിക്കും. ഇറങ്ങണ വെളിയില്. എടാ, എന്റെ പഠിക്കകത്തൊന്നും വെളിയിൽ ഇറങ്ങാനാ പറഞ്ഞത്. എന്റെ ചേട്ടാ, ചേട്ടത്തി പറഞ്ഞത് കേട്ടില്ലേ? എന്റെ പഠിക്കകത്തൊന്നു. എന്റെ പഠിക്കകമൊക്കെ ഇന്ന് എന്റെ പോക്കറ്റിനകത്താ. ഇത് വല്ലവന്റെ വീടല്ലേ? വാടകയ്ക്ക് താമസിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പഠിക്കാവുന്നത്? ഉപേന്ദ്ര, നീ ചെയ്തതും ചെയ്യിപ്പിച്ചതും ഒക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടേ എല്ലാം ഉപേക്ഷിച്ച് മറ്റു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. എടാ, ഞങ്ങൾ എന്തിലാടാ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നേ? എടാ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കി മുറിവണങ്ങാനേ ഈ ആയുസിന്റെ ഇനിയുള്ള കാലം മുഴുവൻ കാത്തിരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക്. കാരണം അത് അത്രത്തോളം ആഴേറിയതാ. ദേ, ഒരു മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ എല്ലാ അതിരുകളും കഴിഞ്ഞ് നിൽക്കുന്ന ഞങ്ങൾക്കേ ഒരു കാരാഗ്രഹവാസം നീ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരരുത്. അതുകൊണ്ട് പറയുവാ, ഓ എടാ, ക്ഷമയെ പരീക്ഷിക്കാതെ പോടാ നീ. എടാ, ഇറങ്ങിപ്പോടാ. ചേട്ട എന്തൊക്കെയായി പറയുന്നത്? വീട്ടിൽ വന്ന് കയറുന്ന ഒരാളോട് അത് അനിയനാണെന്നുള്ള കാര്യം വിട്. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ആദിത്യ മര്യാദ എന്നൊന്നുമില്ല ചേട്ടാ.
ഞാൻ ചേട്ടന്റെയും ചേട്ടത്തെയും ക്ഷേമം അന്വേഷിക്കാൻ വന്നതല്ലേ. ഒരു ചായയൊക്കെ തന്ന് വീട്ടിൽ കയറ്റിയിരുത്തി 1-2 കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് വിടേണ്ടതിന് പകരം ഇങ്ങനെ കിടന്ന് കലുള്ളതാണ് വേണ്ടത്. പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. അഷ്ടിക്ക് വക വല്ലതും കിട്ടുന്നുണ്ടോ? മൊത്തത്തില് എല്ലാം ഞാൻ എടുക്കാന്ന് പറഞ്ഞതല്ലേ. വീടെടുത്ത വീട്ടുകാരി ഫ്രീ എന്നൊരു ഓഫർ ഞാൻ വെച്ചിരുന്നല്ലോ. അന്നത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു. ചേട്ടനും ചേട്ടത്തേക്ക് എന്റെ ഒപ്പം താമസിക്കാൻ പാടില്ലായിരുന്നോ? എടാ ദ്രോഹി! കയ്യിൽ നിന്ന് വിടടാ. കൈ വിടാൻ. ഇനി നിന്റെ അടികൊള്ളാൻ ഉപേന്ദ്ര മുഖം വെച്ച് തരില്ല. വിടടാ. വിടാ. വിടാൻ. ഇതുപോലെ പിടിച്ചിട്ട് അടക്കി നിർത്തും. വിടടാ. ദാ, ഇതുപോലെ എന്റെ ചേട്ടൻ ഇതുപോലെ നിന്നെ അടക്കി നിർത്തിയിരുന്നെങ്കിൽ നിന്റെ കൈ ഒരു ആണുങ്ങളുടെ നേരെ ഇങ്ങനെ പൊങ്ങില്ലായിരുന്നു. രാഘവേട്ടാ. യ്യോ, രാഘവേട്ടാ. യ്യോ. രാഘവേട്ടാ. രാഘവേട്ടാ. അച്ഛാ, 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 എഴുന്നേക്ക്. അയ്യോ അച്ഛാ, ശ്ശോ. നീ ഇത്രയ്ക്ക് ദുഷ്ടനാണോടാ? നീ കാണിച്ചു കൊടുത്തതിനെല്ലാം നീ അനുഭവിക്കൂടാ. ഞങ്ങളോട് ചെയ്ത എല്ലാം ചതിക്കും. നീ കണക്ക് പറയേണ്ടി വരും. നോക്കിക്കോ. അത് ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞോളാം. ഇപ്പൊ എനിക്ക് നല്ല സമയമാ. നീയും നിന്റെ ഭർത്താവും കൂടി രാജാവും രാജ്ഞിയുമായി ഭരണം നടത്തിയിരുന്ന ആ കൊട്ടാരവും കൊട്ടാര മുറ്റവും ഇപ്പൊ എന്റെ കയ്യിലാ. നിന്റെയൊക്കെ അവസ്ഥ എന്താ? അച്ചപ്പവും കുഴലപ്പവും വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ. ശരിക്കും ഞാനിപ്പോ എന്റെ ഈ നല്ല കാലം ആസ്വദിക്കുക. അതിന് വഴി തുറന്നു തന്നത് എന്റെ ഈ ചേട്ടത്തിയാ. ആ നന്ദി എനിക്ക് എന്റെ ചേട്ടത്തിയോട് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഒരിക്കൽ ആഗ്രഹിച്ച ആ ഇഷ്ടം വിടാതെ എന്നെ പിന്തുടരുന്ന കാലത്തോളം ഞാൻ നിങ്ങളെ ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ടേയിരിക്കും. അത് എന്റെ ഒരു സന്തോഷം. അച്ഛാ, ആരാ ഇയാള്? അയ്യോ, വിട്. ഇവന് വേണ്ട. ഇവന് വേണ്ട. അച്ഛാ, വേണ്ട. ഒന്നുമില്ല. അല്ലെങ്കിൽ ഇവൻ ആരെങ്കിലും ഒരാള് മതി. രണ്ടിലൊരാളും മതി. ഇന്ന് കൊല്ലടാ. അച്ഛാ, വിട്. അച്ഛാ, വേണ്ട. അച്ഛാ, എഴുന്നേക്ക്. ഇവന് വേണ്ട. ഇവന് വേണ്ട. ഇവന് വേണ്ട. അച്ഛാ, വേണ്ട. ഇവന് വേണ്ട ഫാമേ. ഇവനെ കൊല്ലണം. അച്ഛാ, എന്ത് പിടുത്തോ ചേട്ടാ ചേട്ടനെ പിടിച്ചത്? ഞാൻ ചത്തുപോത്തില്ലായിരുന്നോ? ഞാൻ ചത്തുപോയ എനിക്കെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വന്ന് കാണാൻ പറ്റുക? അതെന്താ ചേട്ടൻ ചിന്തിക്കാത്തത്? എടാ ദ്രോഹി, ഇറങ്ങി പോടാ ഇവിടുന്ന്. ദ്രോഹം ഞാനാണോ ചെയ്തത്? ചേട്ടനല്ലേ? സുഖമില്ലാത്ത ആളല്ലേ? അപ്പൊ പിന്നെ അതുപോലെ വേണ്ടേ മറ്റുള്ളവരോട് പെരുമാറാൻ? ഞാനായതുകൊണ്ട് ക്ഷമിച്ചതാ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ചേട്ടന്റെ പണിക്കുറ്റം തീർക്കില്ലായിരുന്നോ? ഇറങ്ങി പോടാ. എന്തായാലും ഞാൻ ഇപ്പൊ പോകുന്നു. ക്ഷേമം തിരക്കി ഞാൻ ഇനിയും വരും. പോയി വരട്ടെ ചേട്ടത്തി. ചേട്ടനെ നോക്കിക്കോണേ.
പോകാം. ആരാ അയാള്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അവൻ ഞങ്ങളുടെ കാലന്. ഞങ്ങളെ കൊണ്ട് അവൻ പോവും. പ്രാർത്ഥിച്ച് പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടിക്കോളൂ. ആദ്യം വധു ഹാരം അണിച്ചു. ഇനി വരനണിയിച്ചോളൂ. ഇനി രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ചോളൂ. ശ്യാമ, എന്താടി? എന്തിനാ നീ നിലവിളിച്ചത്? ഞാൻ നിലവിളിച്ചായിരുന്നോ? ആ അതെ. നിനക്കെന്താ പറ്റിയേ? വേർത്ത് കുളിച്ചല്ലോ. ഞാനൊരു സ്വപ്നം കണ്ടതാ. ആ, രാത്രി കിടക്കാൻ നേരത്തൊന്നും പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞ കേൾക്കൂല. അതെങ്ങനെയാ പറയുന്നൊന്നും
മോളെ